CPM അക്രമ രാഷ്ട്രീയത്തിനെതിരായ മുന്നണി പോരാളി സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക്. സി സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തു. അധ്യാപകൻ, സാമൂഹിക പ്രവർത്തകൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നീ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് നോമിനേഷൻ. സി സദാനന്ദൻ മാസ്റ്റർക്കൊപ്പം 3 പേർ കൂടി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. എസ് ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, പറയൂ വിശദാംശങ്ങൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം രോഹിണി, ഇന്ന് അത്യാഹ്ലാദത്തിൻ്റെ ദിവസമാണ്. കാരണം സാമൂഹിക പ്രവർത്തകൻ, അധ്യാപകൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ രീതിയിൽ പട്ടികയിൽ ഉൾപ്പെടുത്തി രാഷ്ട്രപതി സി സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ BJP പ്രവർത്തകർ, സംഘപരിവാർ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോരുത്തരും രാജ്യസഭ എംപിമാരായ പ്രതീതിയാണ് കാണാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി മുതൽ ഇങ്ങ് താഴെത്തട്ടിലുള്ള പ്രവർത്തകൻ വരെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാകാൻ സാധിക്കും സി സദാനന്ദൻ മാസ്റ്ററുടെ സ്ഥാനലബ്ധി എത്രത്തോളം ആഹ്ലാദമുണ്ടാക്കുന്നതാണ് എന്നുള്ളത്. സദാനന്ദൻ മാസ്റ്റർ അടക്കം 4 പേരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. മീനാക്ഷി ജെയിൻ ചരിത്രകാരി, അതോടൊപ്പം തന്നെ ഉജ്വൽ നിഗം മുംബൈ ഭീകരാക്രമണ കേസ് അടക്കം ബാധിച്ച മുതിർന്ന അഭിഭാഷകൻ, ഹർഷവർദ്ധൻ ശൃംഗ്ല മുൻ വിദേശകാര്യ സെക്രട്ടറി, അങ്ങനെ മുതിർന്ന ആളുകൾ, ഈ അവരവരുടെ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മുതിർന്ന ആളുകൾ രാജ്യസഭയിലേക്ക് എത്താൻ പോകുന്നു. അതിൽ കേരളത്തിന് ഏറ്റവും സന്തോഷം നൽകുന്ന, കേരളത്തിന് ഏറ്റവും ആഹ്ലാദം നൽകുന്നത് സി സദാനന്ദൻ മാസ്റ്ററുടെ സ്ഥാനലബ്ധി തന്നെയാണ്. 1994 ജനുവരിയിൽ CPIM കേഡർമാർ അദ്ദേഹത്തിൻ്റെ 2 കാലുകളും വെട്ടിമാറ്റുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലം അദ്ദേഹം വെപ്പുകാലുകളുമായാണ് പാർട്ടി പ്രവർത്തനം, സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോയത്. ഒരു ഘട്ടത്തിൽ പോലും CPIM-ന് മുന്നിൽ അടിയറവ് പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഭീഷണിക്ക് മുന്നിൽ തലകുനിക്കുന്നതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രകൃതവും ജീവിതവും എന്നാണ് പ്രധാനമന്ത്രി അടക്കം വിശേഷിപ്പിച്ചത്. ആ രീതിയിൽ മുന്നോട്ട് പോയ വ്യക്തി ഇതാ ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലേക്ക് നടന്നു കയറാൻ പോകുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം ഒറ്റയ്ക്കല്ല ആ സഭയിലേക്ക് എത്താൻ പോകുന്നത്, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലേക്ക് എത്താൻ പോകുന്നത്. കണ്ണൂരിലേതടക്കം കേരളത്തിലെ 100 കണക്കിന് ബലിദാനികളുടെ ആത്മാവ് കൂടി അദ്ദേഹത്തിനൊപ്പം രാജ്യസഭയിലേക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിലെ അക്രമ രാഷ്ട്രീയം ഇനി ദേശീയ തലത്തിൽ ശ്രദ്ധ നേടാൻ പോവുകയാണ്. കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ മുന്നണി പോരാളിയായി ദേശീയ തലത്തിലേക്ക് സദാനന്ദൻ മാസ്റ്റർ എത്താൻ പോകുന്നു. BJPയെ സംബന്ധിച്ച് അവരുടെ ട്രംപ് കാർഡാണ് അവരെടുത്ത് വീശിയിരിക്കുന്നത്. പാർലമെന്റിൽ നേരത്തെ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ ചില വ്യാജ കണക്കുകളുമായി എത്തി പല പ്രതിരോധങ്ങളും തീർക്കാറുണ്ടായിരുന്നു. കേരളത്തെ സംബന്ധിച്ച ചർച്ച വരുമ്പോൾ ഇതാ അതിനുള്ള BJPയുടെ കൃത്യമായ മറുപടി രാജ്യസഭയിലേക്ക് എത്തിയിരിക്കുന്നു. അത് സദാനന്ദൻ മാസ്റ്ററിന്റെ രൂപത്തിലാണ് എത്തുന്നത്. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയപ്പോഴാണ് രാജ്യവും കേരളവും ഒന്നാകെ വലിയ ആഘോഷത്തിമുറപ്പിൽ അമർന്നത്. ഒപ്പം തന്നെ BJP പ്രവർത്തകരും. അതിനുശേഷം ഒരു പക്ഷേ ഇതാദ്യമായി ഉള്ളു നിറഞ്ഞ് ആഹ്ലാദിക്കുന്നത് സംഘപരിവാർ BJP പ്രവർത്തകർ ഇത് ആദ്യമായിരിക്കും. സദാനന്ദൻ മാഷിന്റെ സ്ഥാനലബ്ധി അത്ര കണ്ട് വലിയ സംഭവമായി മാറുകയാണ്. കാരണം ഭീകരതയ്ക്കെതിരായ, കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരായ, അക്രമ രാഷ്ട്രീയത്തിനെതിരായ മുന്നണി പോരാളിയാണ് അദ്ദേഹം.